വെൽക്കം ടു ഈസി പി സി ക്ലാസ്സസ്. ഫണ്ണായിട്ട് ഈസി ആൻഡ് പി സി ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ആൻഡ് ഫ്രം എ വെരി ബേസിക് ലെവൽ പ്രീവിയസ് നോളജ് ഒന്നും ഇല്ലാത്തവർക്ക് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കൺസെപ്റ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. +2 ബയോളജി ചാപ്റ്റർ 1 റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് Part 2 വീഡിയോ ആണിത്. അപ്പോൾ in the Part 1 video we discussed mainly 2 topics that were lifespan and what is reproduction, and we just familiarized with the 2 types of reproduction. അപ്പോൾ Part 1 വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ Part 1 വീഡിയോൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. In this video we are gonna explore more about asexual reproduction, which was the first mode of reproduction that we have discussed in the previous class. 2 types of reproduction പറഞ്ഞ സമയത്ത് നമ്മൾ ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വാട്ട് വാസ് asexual reproduction ആൻഡ് വാട്ട് വാസ് സെക്ഷൽ reproduction. അപ്പം അതിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റ് ആയിരുന്നു സിംഗിൾ പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഈ asexual reproductionൽ വരുന്നതെന്ന്. അപ്പോൾ we are gonna look what are the characteristics of asexual reproduction. First one is the same that we discussed in the previous class. അതായത് a single parent is capable of producing an offspring. That is a single parent. Single parentൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഒരു asexual reproductionൽ വരുന്നത്. And that is the first characteristic of asexual reproduction. And the next one is offspring produced are identical to each other and also their parents. ഇപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ asexual mode of reproductionൽ കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത് they will be identical to what? They will be identical to each other and also their parents. Identical to each other എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പാരൻറ്റ് asexual mode of reproduction വഴി 3 ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഐഡൻറ്റിക്കൽ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 3 ഓഫ്സ്പ്രിങ്സും ദേ വിൽ ബി സിമിലർ ടു ഈച്ച് അതർ. ഓക്കെ, ആൻഡ് ഓൾസോ ഈ 3 ഓഫ്സ്പ്രിങ്സും ഒരു തമ്മിൽ സിമിലർ ആണ്. ഓൾസോ ദേ വിൽ ബി സിമിലർ ടു ദ പാരൻറ്റ് ഓൾസോ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് asexual reproduction എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഇസ് എ സിംഗിൾ പാരൻറ്റ് ഇസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ആൻ ഓഫ്സ്പ്രിങ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ്ഡ് ആർ ഐഡൻറ്റിക്കൽ ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ ദെയർ പാരൻസ്. അപ്പോൾ ഇങ്ങനെ ഐഡൻറ്റിക്കലായിട്ടുള്ള ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്ന ഈ ഓഫ്സ്പ്രിങ്സിനെ അല്ലെങ്കിൽ ഈ ഇൻഡിവിജ്വൽസിനെ നമുക്ക് ഒരു സ്പെഷ്യൽ പേരിട്ടിട്ട് വിളിക്കാം. ആ ടേമാണ് ക്ലോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ക്ലോൺസ്? ക്ലോൺസ് ആർ ദ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ മോഡ് ഓഫ് asexual reproduction. അപ്പം ബോത്ത് ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ദസ് ക്ലോൺസ് വിൽ ബി സിമിലർ ടു ദെയർ പാരൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ജനറ്റിക്കലി സിമിലർ ആണെന്ന് പറഞ്ഞാൽ ഒരു ജീൻ സെറ്റപ്പ് അല്ലെങ്കിൽ ജനറ്റിക് മോഡിഫിക്കേഷൻസ് പറയുന്നത് ഇറ്റ് വിൽ ബി സിമിലർ ആസ് ദാറ്റ് ഓഫ് ദിയർ പാരൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ജീൻസ് കാരണമാണ് ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ എക്സ്റ്റേണൽ അപ്പിയറൻസസ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ അപ്പിയറൻസ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് ഓരോ ഇൻഡിവിജ്വൽസിലും. അപ്പോൾ ജനറ്റിക് മേക്കപ്പ് സിമിലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോർഫോളജിക്കലും അവർ സിമിലർ ആവില്ലേ? യെസ്, ദാറ്റ്സ് വാട്ട് ക്ലോൺസ് ആർ. അപ്പം ഈ asexual mode of reproductionൽ കൂടി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസിനെ വിളിക്കുന്ന പേരാണ് ക്ലോൺസ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വി ഹാവ് ടു ലുക്ക് അറ്റ് ഇത് ഏതൊക്കെ ഓർഗാനിസംസിലാണ് കാണപ്പെടുന്നത്. ഈ asexual mode of reproduction ഏതൊക്കെ ഓർഗാനിസംസിലാണ് കാണപ്പെടുന്നത്? ഫസ്റ്റ് വൺ ഇസ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്. നമ്മൾ +1 ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് 2
കിങ്ഡംസ് ആയിരുന്നു കിങ്ഡം മൊനേറ ആൻഡ് കിങ്ഡം പ്രോട്ടിസ്റ്റ. ആ കിങ്ഡം മൊനേറ ആൻഡ് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത് എല്ലാം യൂണിസെല്ലുലാർ അല്ലെങ്കിൽ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഈ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് എല്ലാം എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ്, അപ്പോൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൻ്റെ കേസിൽ വരൂലേ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, റൈറ്റ്? കാരണം കിങ്ഡം മൊനേറ ആൻഡ് പ്രോട്ടിസ്റ്റയിൽ നമ്മൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ റിലേറ്റീവ്ലി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉള്ള പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഉണ്ട്, ബട്ട് വിത്ത് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻസ് ഉള്ള പ്ലാന്റ്സ് ആൻഡ് അനിമൽസിലാണ് ഈ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കാണപ്പെടുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഈ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്, കിങ്ഡം മൊനേറ ആൻഡ് കിങ്ഡം പ്രോട്ടിസ്റ്റ ഓർത്ത് വെക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് വിത്ത് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻസ്. അപ്പം പ്രോട്ടിസ്റ്റ്സ് ആൻഡ് മൊനേറൻസിൻ്റെ കേസിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നടക്കുന്നുണ്ടാവുമെന്ന് നമുക്ക് ചെറുതായി ഒന്ന് നോക്കാം. അപ്പം സപ്പോസ് ഇതാണിപ്പോൾ ഒരു പ്രോട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മൊനേറ എന്ന് വിചാരിക്കുക. അപ്പം ഈ ആൾക്ക് സെൽ ഡിവിഷൻ നടക്കുകയാണ്. സെൽ ഡിവിഷൻ എങ്ങനെ നടക്കുക? ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്, അങ്ങനെ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് പോകണ്ട. ഒരു സെൽ ഡിവിഷൻ നടക്കുന്നു, 2 ഓഫ് സ്പ്രിങ്സിന് കിട്ടുന്നു. അപ്പോൾ ക്ലോൺസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം ഈ സെൽ ഡിവിഷൻ, ഈ ഒരു ഓർഗാനിസത്തിൽ സെൽ ഡിവിഷൻ നടന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? പുതിയ 2 ഓർഗാനിസംസ് നമുക്ക് കിട്ടി. സോ ദാറ്റ് നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഈ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഹോപ്പ് യു ഗോട്ട് ദ കൺസെപ്റ്റ്. പ്രോട്ടിസ്റ്റ് ആൻഡ് മൊനേറൻസിൻ്റെ പോലെയുള്ള സിംഗിൾ സെൽഡ് ഓർഗാനിസംസിൽ ഈ ഒരു പാരൻറ്റ് സെല്ല് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് പുതിയ 2 ഓർഗാനിസംസ് ആയതുകൊണ്ട് തന്നെ ദാറ്റ്സ് എ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പ്ലീസ് ഡു കൺക്ലൂഡ് ആസ് cell division itself is a mode of reproduction in case of unicellular or single-celled organisms like protists and monerans. Next one, we are going to look at the different modes of asexual reproduction. ഈ asexual reproduction different ways ലായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് NCERT ബുക്ക് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കൊടുത്തിട്ടുള്ള 4 മോഡ്സാണ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഗോ ത്രൂ ദ നെയിംസ് ഓഫ് ഇറ്റ്. ഫസ്റ്റ് വൺ ഈസ് ബൈനറി ഫിഷൻ, സെക്കൻഡ് വൺ ഈസ് ബഡ്ഡിംഗ്, തേർഡ് വൺ ഈസ് സ്പോറുലേഷൻ, ഫോർത്ത് വൺ ഈസ് ഫ്രാഗ്മെൻറ്റേഷൻ. പ്ലീസ് ഡു റിപ്പീറ്റ് വിത്ത് മീ. ഫസ്റ്റ് വൺ ബൈനറി ഫിഷൻ, സെക്കൻഡ് വൺ ബഡ്ഡിംഗ്, തേർഡ് വൺ സ്പോറുലേഷൻ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഫ്രാഗ്മെൻറ്റേഷൻ. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് NCERT ബുക്ക് നോക്കിയിട്ട് ഇങ്ങനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം ഈ 4 ടോപ്പിക്സിലൂടെ. Okay, the first one was binary fission, right? Just look at its definition. Binary fission. The parent organism divides into 2 halves and each half forming an independent daughter organism. Okay അല്ലേ? അപ്പോൾ പാരൻറ്റ് ഓർഗാനിസം 2 ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഹാഫ്സും എന്താകുന്നു? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡോട്ടർ ഓർഗാനിസംസ് ആയിട്ട് മാറുന്നു. നമുക്കറിയാം ബൈനറി ഇറ്റ് റെഫേഴ്സ് ടു 2, റൈറ്റ്? ഫിഷൻ മീൻസ് ഡിവിഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഡിവിഷൻ. ഓക്കെ അല്ലേ? അപ്പം 2 ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ, ബൈനറി ഫിഷൻ. അപ്പോൾ ഒരു പാരൻ്റ് ഓർഗാനിസം ഉണ്ട്, ഇറ്റ് ഈസ് ഡിവൈഡിങ് ആൻഡ് ബിക്കമിങ് 2 ന്യൂ ഇൻഡിപെൻഡൻറ്റ് ഡോട്ടർ ഓർഗാനിസംസ്. സോ സിമ്പിൾ നൗ. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയ 2 ഓർഗാനിസംസ് ആണ് amoeba. First one is amoeba and the second one is paramecium. First one is amoeba and the second one is paramecium. Examples are very important aanu. Appo just do remember these examples. Okay, the next one is budding. Budding la endha nokka. Division is unequal and a small bud is produced that remains attached initially to the parent body. Later on the bud gets separated and matures into new organism. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഒരു അൺഈക്വൽ ഡിവിഷനാണ് നടക്കുന്നത്, റൈറ്റ്? അപ്പം ആദ്യം തന്നെ ഇവിടെ പാരൻറ്റ് സെല്ലിനെ കണ്ടല്ലോ, പാരൻറ്റ് സെൽ, ഇറ്റ്സ് ദ പാരൻറ്റ് സെൽ. ആൻഡ് ഈ പാരൻറ്റ് സെല്ലിൽ ഇനീഷ്യലി ഒരു സ്മോൾ ഔട്ട് ഗ്രോത്ത് ആയിട്ട് ഇങ്ങനെയുള്ളൊരു ബഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം ഇനീഷ്യലി ഇത് പാരൻറ്റ് ബോഡിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് കിടക്കുക.
എന്നിട്ട് എന്ത് ചെയ്യും, ആ ബഡ് അങ്ങനെ കുറച്ച് ആദ്യം ചെറിയ ബഡായിരിക്കും, പിന്നെ കുറച്ചൊക്കെ ഡെവലപ്മെൻറ്റ് നടന്നിട്ട് അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇറ്റ് വിൽ ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ പാരൻറ്റ് ബോഡി, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു മെച്യൂർ ആയിട്ടുള്ള പുതിയൊരു ഓർഗാനിസായിട്ട് മാറാണ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാണുന്നതാണ് ബഡ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പം ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ ദാറ്റ്സ് ദ ബഡിങ് ഇൻ ഈസ്റ്റ്. ഓക്കെ അല്ലേ? ഈസ്റ്റിനെ പരിചയം ഉണ്ടാവും, ലാസ്റ്റ് നമ്മൾ കേട്ട് പരിചയമുള്ളൊരു ആളാണ് ഈ ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഗിവൺ ഫിഗർ ഈസ് ദാറ്റ് ഓഫ് ബഡിങ് ഇൻ ഈസ്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ബഡിങ്ങിൽ സിമ്പിളാണ്. ഇത് പാരൻറ്റ് സെല്ലിനോട് ആദ്യം തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ചെറിയൊരു സ്മോൾ ഔട്ട് ഗ്രോത്ത് ആയിട്ടൊരു ബഡ് ഡെവലപ്പ് ചെയ്യുന്നു, കുറച്ചൊക്കെ ഡെവലപ്മെൻറ്റ് നടക്കുന്നു, പിന്നെ അതെന്ത് ചെയ്യും, പാരൻ്റൽ സെൽ അല്ലെ പാരൻ്റൽ ബോഡിയിൽ നിന്ന് ഇത് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയൊരു ഓർഗാനിസായിട്ട് മാറുന്നു. ലെറ്റ്സ് മൂവ് ടു ദ തേർഡ് മെത്തേഡ്, ദാറ്റ് ഈസ് സ്പോറിലേഷൻ. ഓക്കെ, അപ്പം സ്പോറിലേഷൻ കാണിക്കുന്ന ഓർഗാനിസത്തിൻ്റെ പേര് ആദ്യം അങ്ങ് പറയാം, ദാറ്റ് ഈസ് അമീബ. ഓക്കെ, അമീബൻ്റെ കേസിൽ സ്പോറിലേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ അമീബക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരികയാണ്. അതായത് ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരികയാണ്. ആ സമയത്ത് അമീബ എന്ത് ചെയ്യുമെന്നറിയോ, ഒരു ത്രീ ലെയേർഡ് ഇതാണ് ഓർഗാനിസം. അപ്പോൾ 3 ലെയേർഡ് ഒരു ഹാർഡ് കവറിങ്ങിന് എന്ത് ചെയ്യും, ആൾ സെക്രീറ്റ് ചെയ്യും. അമീബ 3 ലെയേർഡ് ആയിട്ടുള്ള ഹാർഡ് കവറിങ്ങിനെ സെക്രീറ്റ് ചെയ്യും. എന്തിന് ശേഷമാണെന്നറിയോ, സ്യൂഡോ പോഡിയില്ലേ, സ്യൂഡോ പോഡി നമ്മൾ കേട്ട് പരിചയമുള്ള ടേമാണ്, ദാറ്റ്സ് ഫാൾസ് ഫീറ്റ്. അതിൻ്റെ സ്യൂഡോ പോഡിയാണ് അത് വിത്ഡ്രോ ചെയ്യുന്നു, എന്നിട്ട് 3 ലെയേർഡ് ആയിട്ടുള്ള ഒരു ഹാർഡ് കവറിങ്ങിനെ സെക്രീറ്റ് ചെയ്യുന്നു. ആ 3 ലെയേർഡ് ഹാർഡ് കവറിങ്ങിൻ്റെ പേരാണ് സിസ്റ്റ്. ഓക്കെ അല്ലേ? സിസ്റ്റ് എന്നാണ് ഈ 3 ലെയേർഡ് ഹാർഡ് കവറിങ്ങിനെ വിളിക്കുന്നത്. ദെൻ ഈ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ്, ഈ ഒരു സിസ്റ്റിനെ സെക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എൻസിസ്റ്റേഷൻ. ഓക്കെ, എൻസിസ്റ്റേഷൻ. ഓക്കെ, ഇങ്ങനെ എൻസിസ്റ്റേഷനൊക്കെ നടന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അൺഫേവറബിൾ കണ്ടീഷനിലാണ് സ്യൂഡോപോഡിയ വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് 3 ലെയേർഡ് ആയിട്ടുള്ള ഈ ഒരു ഹാർഡ് കവറിങ് അതായത് സിസ്റ്റിനെ സെക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം ഫേവറബിൾ കണ്ടീഷൻ തിരിച്ചു വന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ഫേവറബിൾ കണ്ടീഷൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമീബ എന്ത് ചെയ്യുന്നറിയോ, മൾട്ടിപ്പിൾ ഫിഷൻ വഴി ഒരു കുറേ മൈന്യൂട്ട് അമീബനെ ഉണ്ടാക്കും. ഓക്കെ, മൾട്ടിപ്പിൾ ഫിഷൻ. നേരത്തെ നമ്മൾ ബൈനറി ഫിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബൈനറി ഫിഷനിൽ നമുക്ക് 2 ഓഫ് സ്പ്രിങ്സിനെ കിട്ടുള്ളൂ, മൾട്ടിപ്പിൾ ഫിഷനിൽ നമുക്ക് ഒരുപാട് ഓഫ് സ്പ്രിങ്ങിനെ കിട്ടും. അപ്പോൾ അൺഫേവറബിൾ കണ്ടീഷൻ കഴിഞ്ഞ് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ആ കാലത്തുള്ളതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഫിഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? ഈ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള മൈന്യൂട്ട് അമീബനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോപോഡിയോസ്പോർസ്. ലെറ്റ് മീ ഡു റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ മൈന്യൂട്ട് അമീബനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോപോഡിയോസ്പോർസ്. ഓക്കെ അല്ലേ? അങ്ങനെ ഈ സിസ്റ്റിൻ്റെ അകത്താണ് മൾട്ടിപ്പിൾ ഫിഷൻ വഴി ഫേവറബിൾ കണ്ടീഷൻ വന്ന സമയത്ത് സ്യൂഡോപോഡിയോസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്ത് ചെയ്യും, ഇതൊക്കെ സെറ്റായതിന് ശേഷം സിസ്റ്റ് വാള് ബേസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് സ്പോർസ് ഈ സ്യൂഡോപോഡിയോസ്പോർസ് ലിബറേറ്റ് ചെയ്യുന്നു, സറൗണ്ടിങ് മീഡിയത്തിലേക്ക് ലിബറേറ്റ് ചെയ്യുന്നു, ഗ്രോ ചെയ്യണു, പുതിയ അമീബനെ കിട്ടുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് സ്പോറിലേഷൻ. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. Then the fourth one is fragmentation. In fragmentation, the body of the parent breaks into distinct pieces, each of which can produce an offspring. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷനിൽ എന്താ നടക്കുന്നത്? പാരൻ്റൽ ബോഡി, okay, parental body, then it is splitting up into 2 pieces, 2 or more pieces. Let me draw here. It breaks up into 3 pieces now. അപ്പോൾ നമുക്കിതാ ഇവിടെ ഇങ്ങനെ 1 2 ആൻഡ് ആ സെൻറ്ററിലുള്ള പീസ് ഇങ്ങനെ ഉണ്ടാവും, റൈറ്റ്? എന്നിട്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയോ, ഈ അഡൾട്ടിന് സിമിലർ ആയിട്ടുള്ള 3 ഓഫ് സ്പ്രിങ്സ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? 3 ഓഫ് സ്പ്രിങ്സ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, പാരൻ്റൽ ബോഡി ബ്രേക്കിംഗ് അപ്പ് ഇൻ ടു ഡിസ്റ്റിങ് പീസസ്, ഡിഫറെൻറ്റ് പീസസ് ആയിട്ട് മാറുന്നു. എന്നിട്ട് ആ പീസസൊക്കെ എന്ത് ചെയ്യും, ഈ പീസസൊക്കെ പിന്നെ ഈ പാരൻറ്റിന് സിമിലർ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്.
അപ്പം ഈ ഒരു ദിസ് കപ്പാസിറ്റി ഫോർ ജനറേറ്റിംഗ് ആൻ എൻറ്റയർ ന്യൂ ഇൻഡിവിജ്വൽ ഫ്രം എ ഫ്രാഗ്മെൻറ്റ് ഓഫ് ടിഷ്യൂ ഇസ് കോൾഡ് റീജനറേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ കുഞ്ഞു കുഞ്ഞു പീസസ് പാരൻ്റൽ ബോഡീൻ്റെ പോലെ തന്നെ ഫുള്ള് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, റൈറ്റ്, ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീജനറേഷൻ. ഓക്കെ അല്ലേ? റീജനറേഷൻ. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹൈഡ്ര. ഓക്കെ, ഹൈഡ്രയിൽ ഈ ഒരു മോഡ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ എസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ കറക്റ്റ് ഡെഫിനിഷൻ കൊടുത്തിട്ട് പറയേണ്ട മോഡ്സ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജസ്റ്റ് ടേംസ് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ ഈസ് സൂസ്പോർ. ഇറ്റ് ഈസ് സീൻ ഇൻ ക്ലാമിഡോമോണാസ്. ഓക്കെ, എക്സാമ്പിളായിട്ട് ക്ലാമിഡോമോണാസിനെ കൊടുക്കാം. അതിലെ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ഈ സൂസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ കേട്ട് പരിചയമുള്ള ടേമാണ് ഈ സൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ടേം സൂ ഇസ് ഓൾവേസ് റിലേറ്റഡ് ടു സംതിങ് വിത്ത് മോട്ടിലിറ്റി, റൈറ്റ്. അപ്പോൾ ഈ സൂസ്പോസ് എന്ന് പറഞ്ഞാൽ ദേ ആർ മൈക്രോസ്കോപ്പിക് മോട്ടൈൽ സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ക്ലാമിഡോമോണാസ് ലൈക്ക് ഓർഗാനിസംസ്. ഓക്കെ അല്ലേ? അപ്പം മോട്ടൈലാണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഈ സൂസ്പോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കൊണീഡിയ. ഇറ്റ് ഈസ് സീൻ ഇൻ പെനിസിലിയം. ഓക്കെ, പെനിസിലിയത്തിൽ കാണുന്ന എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് കൊണീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ബഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ബീഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇതാണ് കൊണീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബഡ്സ്. ഇറ്റ് ഈസ് സീൻ ഇൻ ഹൈഡ്ര. അപ്പോൾ ആ ഒരു ബഡ്ഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം തിങ്സ് ഹാപ്പൻ ഇൻ ദിസ് ഹൈഡ്ര ടു. ഓക്കെ, അപ്പോൾ ഇതാണ് ബഡ്, ഇതാ സ്മോൾ ഔട്ട് ഗ്രോത്ത്, ദെൻ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് വരുന്നു, ഡെവലപ്പിംഗ് ആൻഡ് ഫൈനലി ഗെറ്റിംഗ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ പാരൻ്റൽ ബോഡി. അപ്പോൾ ബഡ്സ് ഇൻ ഹൈഡ്ര. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് ജെമ്യൂൾസ് സീൻ ഇൻ സ്പോഞ്ചസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിഗർ. പ്ലീസ് ഡു ഗെറ്റ് യൂസ്ഡ് ടു ദീസ് ഫിഗേഴ്സ് ഇൻ NCERT ടെക്സ്റ്റ് ബുക്ക്. കാരണം ദേ ആർ ഓഫ് വെരി വെരി ഇമ്പോർട്ടൻസ്. എക്സാമിന്, ബോർഡ് എക്സാമിനായാലും ഏത് എക്സാമിനായാലും നല്ല ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഏത് ഓർഗാനിസത്തിലാണ് കാണുന്നത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് സ്പെഷ്യൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഒക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഓർഗാനിസംസിലുള്ള എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെ കണ്ടു, കുറച്ച് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ജനറലായിട്ട് പറയാം. ആനിമൽസ് ആവട്ടെ, അതേപോലെ സിമ്പിൾ ഓർഗാനിസംസ് ആവട്ടെ, അതിലൊക്കെ നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് എസെക്ഷൽ എന്നുള്ളൊരു ടേമാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ വെൻ കമ്മിങ് ടു പ്ലാന്റ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ എസെക്ഷൽ റീപ്രൊഡക്ഷന് സ്പെഷ്യൽ പേരിട്ട് വിളിക്കും. ദാറ്റ് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ദ എസെക്ഷൽ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം വെജിറ്റേറ്റീവ് യൂണിറ്റ്. അപ്പോൾ വെജിറ്റേറ്റീവ് യൂണിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബഡ്സ് അല്ലെങ്കിൽ റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ്. അതായത് റീപ്രൊഡക്റ്റീവ് യൂണിറ്റ്സ് പറയുന്നത് എന്തൊക്കെയാണ്, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ, പിന്നെ ഫ്ലവർ അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ഇതൊക്കെ അല്ലേ. അപ്പോൾ അതൊന്നും അല്ലാത്ത വെജിറ്റേറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ്സ്, വെജിറ്റേറ്റീവ് പാർട്സ് ഒരാണ് റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ബഡ്സ്, ട്യൂബേഴ്സ്, റൈസോംസ്. അപ്പോൾ എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചേഴ്സിൻ്റെ പേര് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വെജിറ്റേറ്റീവ് യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. അപ്പോൾ ഈ വെജിറ്റേറ്റീവ് യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ലെറ്റ്സ് ഗോ ടു ദോസ് എക്സാമ്പിൾസ്. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഫിഗേഴ്സ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മിക്കവാറും പേര് മാച്ച് ചെയ്ത് ഈ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് അല്ലെങ്കിൽ പാർട്സിനെ പഠിക്കാൻ മറക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടൊക്കെ പഠിക്കുക. ഓക്കെ, കാരണം ഇറ്റ്സ് ഓഫ് വെരി ഇമ്പോർട്ടൻസ്. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക ഈ ടേംസ് ആൻഡ് ദസ് ഇത് കാണിക്കുന്ന പ്ലാന്റ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഐസ് ഓഫ് പൊട്ടറ്റോ. നമ്മൾ കേട്ട് പരിചയമുള്ള ടേംസാണ്, മുമ്പേ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു ടേമാണിത്. നെക്സ്റ്റ് വൺ ഈസ് റൈസോം, seen in ginger, banana, etc. Next one is bulbil, seen in agave, leaf buds in bryophyllum, offset in water hyacinth. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ളതാണ്
വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുന്നത്. ഇത് പ്ലാന്റ്സ്. ഓക്കെ അല്ലേ, ഇത് പ്ലാന്റ്സ് ആണ് അത് കൊടുക്കുന്നത്. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന ജിഞ്ചർ ആൻഡ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്നറിയോ? മോഡിഫൈഡ് സ്റ്റംസ് ആണ്. മോഡിഫൈഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റംസ് ആണ് ഇവർ. നമ്മൾ സാധാരണ നമുക്കറിയായിരിക്കും, കാരണം ജിഞ്ചർ ആൻഡ് പൊട്ടറ്റോ ഒക്കെ നമുക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് കിട്ടുന്നത്, റൈറ്റ്? അപ്പോൾ മോഡിഫൈഡ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റംസ് ആണ് ഈ രണ്ടുപേരും. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റെമ്മിൽ നമ്മൾ കാണാറുള്ള ഒരു സ്ട്രക്ചറാണ് ഈ നോഡ്സ് എന്ന് പറയുന്നത്. സെയിം വേ ഇതും സ്റ്റംസ് ആയിട്ട് തന്നെ നിങ്ങൾ കണക്ക് കൂട്ടാം, പക്ഷേ അണ്ടർഗ്രൗണ്ടിലാണ് കാണുന്നത്. മോഡിഫൈഡ് ചെയ്യുന്നത് എന്തിനാണ്? അഡീഷണൽ ഒരു സ്റ്റെമ്മ് ചെയ്യുന്ന പരിപാടിനെക്കാട്ടിലും അഡീഷണൽ ആയിട്ട് സംതിങ് എക്സ്ട്രാ ഫങ്ഷൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മോഡിഫൈഡ് പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റെമ്മ് സാധാരണ ചെയ്യുന്ന പരിപാടിൻ്റെ എക്സ്ട്രാ കുറച്ചുകൂടി ഈ മോഡിഫൈഡ് ആയിട്ടുള്ള ഈ സ്റ്റെമ്മുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോറേജ് ഓഫ് ഫുഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്ലാന്റ്സിന് ഒരു സപ്പോർട്ടായിട്ടാണ് ഈ മോഡിഫൈഡ് സ്ട്രക്ചേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെം ആയതുകൊണ്ട് തന്നെ അതിൽ നോട്ട്സ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞ് ആ നോട്ട്സിന് എന്ത് ചെയ്യും? പുതിയ പ്ലാന്റ്സ് അറൈസ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഈ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ കൂടി പുതിയ പ്ലാന്റ്സിനെ കിട്ടുന്നത്. ഈ സർക്കിൾ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ നോട്ട്സ്. ഈ പൊട്ടറ്റോയിൽ കാണുന്നതാണ് ഐസ് നമ്മൾ വിളിക്കുന്ന സ്ട്രക്ചേഴ്സ്. ഐസ് ഓഫ് പൊട്ടറ്റോസിന് വിളിക്കണില്ലേ? ചില സ്ഥലത്ത് നമുക്ക് ട്യൂബേഴ്സ് എന്ന് കാണാം. ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സ്വള്ളൺ പാർട്ട്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ കാണുന്ന സ്വള്ളൺ പോർഷനാണ്. അത് ഫുഡ് സ്റ്റോറേജിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇയാളാണ് ട്യൂബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ട്യൂബറിൻ്റെ മേലെയാണ് ഐസ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഐസിൽ നിന്നാണ് നോട്ട്സ് പ്രസൻ്റ് ആയിട്ട് പിന്നെ ഈ നോട്ട്സ് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ പ്ലാന്റ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ജിഞ്ചറിൻ്റെ കേസിൽ ഇത് ഈ സർക്കിൾ ചെയ്തിട്ടുള്ളതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. അവിടുന്ന് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഫിഗേഴ്സ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് ആയിരുന്നു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് വിത്ത് സം എക്സാമ്പിൾസ്. ഇനി നമുക്ക് ജസ്റ്റ് ടേംസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് വൺ ഇസ് റണ്ണർ, സെക്കൻഡ് ഇസ് സക്കർ, ട്യൂബർ, ബൾബ്. അപ്പോൾ നെയിംസ് ആസ് സച്ച് അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? റണ്ണർ, സക്കർ, ട്യൂബർ ആൻഡ് ബൾബ്. ഈ ട്യൂബറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ പോർഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പൊട്ടറ്റോൻ്റെ കേസിൽ ഓക്കെ, ആ സ്വള്ളനായിട്ടുള്ള പോർഷനെ വിളിക്കുന്ന പേരാണ് ട്യൂബർ എന്ന് പറയുന്നത്. അതിൻ്റെ മേലെയാണ് ഐസ് ഫോം ചെയ്യുന്നത്. ബ്രയോഫിലത്തിൻ്റെ കേസിൽ ലീഫ് ബഡ്സ് ആണ് അവിടുത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് വരുന്നത്. ഇതൊക്കെ ഈ കാണുന്നതാണ് ലീഫ് ബഡ്സ് എന്ന് പറയുന്നത്. ഓൾ ത്രൂ ഔട്ട് ദ ലീവ്സിൽ ലീഫ് മാർജിൻസിൽ പ്രസൻ്റ് ആയിട്ടുള്ള നോച്ച് ലൈക്ക് സ്ട്രക്ചേഴ്സാണ് ഇവർ. ഈ നോച്ചിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ബഡ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവർ പറയുന്നത് അഡ്വൻറ്റീഷ്യസ് ബഡ്സ് ആണ്. അഡ്വൻറ്റീഷ്യസ് ബഡ്സ് എന്ന് പറഞ്ഞാൽ ബഡ്സിൻ്റെ സാധാരണ ലൊക്കേഷനിൽ വേറെ സ്ഥലത്തൊക്കെ ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സാധാരണ ബഡ്സ് എവിടെ കാണുന്നത്? ആ സ്ഥലത്തല്ലല്ലോ. ഈ ലീഫിൻ്റെ മാർജിൻസിലൊക്കെ കാണുമോ സാധാരണ? ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു കേസിൽ അഡ്വൻറ്റീഷ്യസ് ബഡ്സ് ആണ് ഈ ലീഫ് ബഡ്സ്. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ഡാം സോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു താഴെ വിൽക്കുന്നു. അപ്പോൾ ഡാം സോയിലൊക്കെ കോണ്ടാക്റ്റ് ആവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? പുതിയ പ്ലാന്റ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദേ വിൽ ഗ്രോ ഇൻ ടു ന്യൂ പ്ലാന്റ്സ്. അപ്പോൾ ഇതാണ് ലീഫ് ബഡ്സ് എന്ന് പറയുന്നത്. എലോങ് ദ മാർജിൻസ് ഓഫ് ലീവ്സ് ഈ അഡ്വൻറ്റീഷ്യസ് ബഡ്സ് പ്രസൻ്റ് ആണ്. എന്നിട്ട് ഈ ബഡ്സ് ആണ് പിന്നീട് പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ലെറ്റ്സ് ടോക്ക് സംതിങ് അബൌട്ട് വാട്ടർ ഹയാസിന്ത് നെക്സ്റ്റ്. ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നതിന് ടെറർ ഓഫ് ബംഗാൾ നമ്മൾ വിളിക്കലുണ്ട്. ടെറർ ഓഫ് ബംഗാൾ. ഓക്കെ, ടെറർ ഓഫ് ബംഗാൾ നമ്മൾ വിളിക്കാറുണ്ട്. വൈ ഇസ് ദാറ്റ് സോ? ഇനി ഒരു ഹിസ്റ്ററി ഉണ്ട്. എന്താണെന്നറിയോ? ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ഫ്ലവർ ആൻഡ് ലീവ്സിൻ്റെ ഷേപ്പൊക്കെ കണ്ടില്ലേ? ഇത്ര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇത് കാരണം ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡ്യൂ ടു ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആൻഡ് ഷേപ്സ് ഓഫ് ലീവ്സ്. ഇത് കാണുന്നുണ്ടാവും, ഫിഗറിൽ കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഈ വാട്ടർ ഹയാസിന്ത് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൽ കൂടെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യും? ഈ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള വാട്ടറിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഓക്സിജൻ എല്ലാം വലിച്ചെടുക്കും. ഡിസോൾഡ് ഓക്സിജൻ ഒക്കെ തീർന്നു പോവുക, അല്ലെങ്കിൽ ഒരു റാപ്പിഡ് റേറ്റിൽ കൺസ്യൂം ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതിലുള്ള അക്വാറ്റിക് ഓർഗാനിസംസ് ഉണ്ടാവില്ലേ, ഫിഷ്, മറ്റുള്ള ആൽഗികളൊക്കെ പോലെയുള്ള ആൾക്കാർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറയും.
ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യും? അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ലീഡ് ടു ദ ഡെത്ത് ഓഫ് ദ അക്വാറ്റിക് ഓർഗാനിസംസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ. ഓക്കെ അല്ലേ? അപ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഭയങ്കര ഇൻവെയ്ഡ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇയാൾ ഇൻവെയ്ഡ് ചെയ്യും. എന്നിട്ട് ഇൻവേഷൻ നടന്നിട്ട് എന്താ സംഭവിക്കുക? അവസാനം ആ സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള മറ്റുള്ള അക്വാറ്റിക് ഓർഗാനിസംസിനെ എല്ലാം ഇത് നശിപ്പിച്ചു കളയും. എങ്ങനെയാണ്? ഇയാൾ ഭയങ്കര ഒരു റാപ്പിഡ് റേറ്റിൽ ഓക്സിജനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇയാൾ റാപ്പിഡ് റേറ്റിൽ ഓഫ്സെറ്റ് അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ കൂടി റിപ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് കാരണത്താലാണ്. അപ്പോൾ അതിൻ്റെ ഇൻവേസീവ് നേച്ചർ അറിഞ്ഞിട്ട് ഒരാൾ പിന്നെ ഇത് പ്ലാന്റിനടുത്തിട്ട് പുറമേക്ക് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാലോ അത് ഭയങ്കര പാടായിരിക്കും. കാരണം ഒരുപാട് അങ്ങ് ഇൻവേഡ് ചെയ്ത് പോവുമല്ലോ. അപ്പോൾ ഇതിനെ ഗെറ്റ് റിഡ് ഓഫ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ജോബ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ NCERT എല്ലാ കൺസെപ്റ്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞത് ബൈനറി ഫിഷൻ, ബഡ്ഡിങ്, സ്പോറുലേഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. പിന്നെ കുറച്ച് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ദെൻ കമ്മിങ് ടു ദ പ്ലാന്റ്സ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പറഞ്ഞു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ലാസ്റ്റ് നമ്മൾ വാട്ടർ ഹയാസിന്തിനെ കുറിച്ചും പിന്നെ പൊട്ടറ്റോ, ജിഞ്ചർ അതിനെക്കുറിച്ചെല്ലാം നോക്കിയിട്ടുണ്ട്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.